താടി വയ്ക്കാത്തത്, മീശ വയ്ക്കാത്തത് നര പുറത്തറിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഷേവ് ചെയ്ത് അപ്പൊ രഹസ്യങ്ങളൊക്കെ എന്തിനാ ഞാൻ വെറുതെ പരസ്യമാക്കുന്നു. എല്ലാം പുറത്ത് പറഞ്ഞു. കുറച്ച് എക്സസൈസും കാര്യങ്ങളും. അതാണ് യങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഞാൻ പറയില്ല, ഞങ്ങൾ പറയുന്നത് യങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ചേട്ടാ, നമ്മളിപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു ടീനേജിൽ ഒക്കെ നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചേട്ടന്റെ ഏത് വർക്കാ നമുക്ക് ഫെമിലിയർ എന്ന് പറഞ്ഞാൽ വസന്തം പോലെ പാട്ടുണ്ടല്ലോ, ആൽബം ഡ്യൂ ഡ്രോപ്സിൽ കൈരളിയിൽ വരും. അപ്പൊ സ്കൂള് വിട്ട് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഈ ഡ്യൂ ഡ്രോപ്സ് കാണലാ പണി. അപ്പൊ ചേട്ടന്റെ കുറെ ആൽബം സോങ്സ് ഉണ്ട്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ പഴയ ആൽബം സോങ്സ് ഒക്കെ ഈ ട്രെൻഡിങ് പാട്ടുകൾ ഉണ്ടല്ലോ പണ്ടത്തെ, അതിനകത്ത് ഒന്ന് വസന്തം പോലെയാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാവും? തീർച്ചയായിട്ടും. അത് ഡയറക്റ്റ് ചെയ്ത് ആരാന്നറിയോ? ആഷിഖ് അബു ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വസന്തം പോലെ എന്നുള്ള ആ പാട്ട് ആളുടെ ഫസ്റ്റ് വർക്ക് അതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആള് മഹാരാജാസിൽ പഠിച്ച് എൻ്റെ കസിൻ്റെ കൂടെയൊക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആഷിഖ് അബു. അപ്പോൾ അങ്ങനെ നമ്മളതിൽ 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. അഫ്സൽ യൂസഫ് എന്ന് പറഞ്ഞ നല്ലൊരു മ്യൂസീഷ്യനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അഫ്സലുമായിട്ട് ഞാൻ നല്ല റിലേഷനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായതാണ്. അപ്പോൾ ആഷിഖ് അബു ആണ് അത് ഡയറക്റ്റ് ചെയ്തതെന്ന് പലർക്കും അറിയില്ല. അതാണ് ആദ്യത്തെ വിശേഷം.